ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പരാമർശിച്ച പ്രവാചകന്മാരെക്കുറിച്ചുള്ള പഠനങ്ങൾ. അതിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ പുത്രനാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അത് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ലോക മുസ്ലിം സമൂഹം ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ആ ആഘോഷം അത് ആഘോഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി തന്നെ ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ വളരെ ചുരുക്കിയ രൂപത്തിലാണ് പരാമർശിക്കുന്നത് എന്നത് വളരെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ഏകദേശം 12ഓളം പ്രദേശങ്ങളിലാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പേര് പരാമർശിക്കുന്നത്. പക്ഷേ വിവിധ ചരിത്ര രചനകളിൽ 136 വർഷത്തോളം അദ്ദേഹം ജീവിച്ചതായി പരിചയപ്പെടുത്തുന്നുണ്ട്. കിതാബുൽ അംബിയ പോലുള്ള അല്ലെങ്കിൽ ബിദായ വ നിഹായ പോലുള്ള ഇമാം ഇബ്നു കസീറിൻ്റെ രചനകളിലെല്ലാം അതിൻ്റേതായ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സബറിൻ്റെ, ക്ഷമയുടെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന നിലയിലാണ്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജനന സന്ദർഭത്തിൽ പോലും പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നതായി സൂറ സഫാത്തിൽ 100-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നല്ലവരായ മക്കളിൽ നിന്ന് എനിക്ക് നീ നൽകണമേ എന്നുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി നൽകുന്നത് ഫബശർനാഹു ബി ഗുലാമിൻ ഹലീം, നല്ല ക്ഷമാലുവായ സഹനശീലമുള്ള ഒരു അള്ളാഹുവിൻ്റെ അടിമയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം നൽകിയ നേരെയുള്ള പരാമർശമാണ് സൂറ സഫാത്തിൽ 100-ഉം 101-ഉം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതല്ലാതെ തന്നെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ തന്നെ വിശദീകരിക്കുന്ന ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ വളരെ ക്ഷമാലുവായ ഒരുപാട് ശ്രേഷ്ഠതകൾ എണ്ണിപ്പറയുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സൂറ അൽ അൻആമിലെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫളൽനാ അലൽ ആലമീൻ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും അൽയസ പ്രവാചകനെയും യൂനുസിനെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇവരെ എല്ലാ പ്രവാചകന്മാരെയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ ഇസ്മായില വൽ യസ വൽ യൂനുസ് വലൂത്തൻ കുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. ഏത് പ്രമുഖരായി പ്രവാചകന്മാരെ എണ്ണിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാവർക്കും മുകളിൽ അള്ളാഹു അവരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നു, മഹനീയരാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു പരാമർശം വദ്കുർ ഇസ്മായില വൽ യസ വദൽ കുഫൽ, യസ പ്രവാചകനെയും ദുൽകിഫ്ലി പ്രവാചകനെയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഈ പ്രവാചകന്മാരെല്ലാം പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വകുല്ലും മിനൽ അഖിയാർ, ഇവരെ ഏറ്റവും നല്ലവരിൽപ്പെട്ടവരാണ്. അപ്പം അഖിയാർ, ഖൈറിൽപ്പെട്ടവർ, ഖൈറായ ആൾക്കാർ, അതുപോലെ തന്നെ ഫദ്ല്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത ലഭിച്ച ആൾക്കാർ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ ഹലീമായ ഒരാൾ, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ മിനസ് സ്വാലിഹീൻ, സ്വാലിഹിൽപ്പെട്ട ഒരാൾ എന്ന രീതിയിലെല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പരാമർശങ്ങളിലൂടെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയെ ഖുർആൻ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരായത്തിൽ വ ഇസ്മായില വ ഇദ്രീസ വൽ കുഫുൽ കുല്ലും മിനസ് സ്വാബിരീൻ, ഇവർ ഏറ്റവും നല്ല സ്വാബറുകളിൽപ്പെട്ട, ക്ഷമാലുക്കളിൽപ്പെട്ട എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലും പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സൂറ അൽ അംബിയയിലെ 85-86 ആയത്തുകളിലാണ് ഈ തരത്തിലുള്ള പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അതിനുശേഷവും പറയുന്നത് വദ്ഖൽനാഹും ഫി റഹ്മത്തിനാ ഇന്നഹും മിനസ് സ്വാലിഹീൻ, ഇവരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിലേക്ക് പ്രവേശിപ്പിച്ചു, കാരണം അവരെല്ലാം സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ് എന്നുള്ള
കുറിച്ചുള്ള പരാമർശവുമാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങളുടെ തന്നെ കേന്ദ്രമായ കഅബ നിർമ്മാണത്തിൻ്റെ പങ്കാളി എന്ന നിലയിൽ പോലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സൂറ സഫാത്തിലും അതുപോലെ തന്നെ സൂറ അൽ ബഖറയിലടക്കമുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഒരു സമ്പൂർണ്ണമായ ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ സൂറ അൽ ബഖറയിൽ 127 മുതൽ 129 വരെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു വിശദീകരണം പറയുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ ബിനൽ ബൈത്ത് വ ഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും രണ്ടുപേരും കൂടി കഅബ കെട്ടിപ്പണിതുയർത്തുന്ന സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ ഏറ്റവും നന്നായി കേൾക്കുന്നവനും ഏറ്റവും നന്നായി അറിവുള്ളവനുമാണല്ലോ. അതിനുശേഷം ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. റബ്ബനാ വജഅൽന മുസ്ലിമൈനി ലക്, പടച്ചവനെ നീ ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് കീഴ്വണങ്ങുന്നവരാക്കി മാറ്റണമേ, മുസ്ലിമാക്കി മാറ്റണമേ. വമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഉമ്മത്ത മുസ്ലിമത്തൻ ലക്, നിന്നെ കീഴ്വണങ്ങുന്ന ഒരു ഉമ്മത്തിനെ തന്നെ ആക്കി മാറ്റണമേ. അതിനുശേഷം വ അരിന മനാസിക്കന വതുബ അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, ഏറ്റവും നല്ല മാർഗം കാണിച്ചു തരുന്നത് പോലെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നക, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ, ഇന്നക അൻത തവ്വാബുർ റഹീം, നീ ഏറ്റവും കൂടുതൽ തൗബ ചെയ്യുന്നവനും റഹീമുമാണല്ലോ, കരുണാനിധിയുമാണല്ലോ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് പ്രവാചകരുടെ, മഹാന്മാരായ രണ്ട് നബിമാരുടെയും പരാമർശം അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അവരുടെ പ്രാർത്ഥന നീണ്ടു പോകുന്നുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ഈ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ ഈ സമൂഹത്തിനിടയിൽ അവർക്കിടയിൽ ഒരു പ്രവാചകനെ അയക്കണമേ. യത്ലു അലൈഹിം ആയാത്തിക, അള്ളാഹുവിൻ്റെ നിന്റെ ആയത്തുകൾ ഓതി പഠിപ്പിക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, യുക്തിജ്ഞാനവും അതുപോലെ തന്നെ കിതാബും അവരെ പഠിപ്പിക്കുന്ന, വയുസക്കിഹിം, അവരെ സംസ്കരിപ്പിക്കുന്ന, ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, കാരണം തീർച്ചയായും നീ അള്ളാഹുവേ നീ അസീസും മഹാപ്രതാപശാലിയും വളരെ യുക്തിജ്ഞാനുമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് കൊണ്ടിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് പോലും നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തോടൊപ്പം തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വരവിനെ കുറിച്ച്, അത് ഉണ്ടാവണമെന്നും ഇനിയുള്ള സമൂഹത്തിന് മുഴുവനും നന്നാക്കുന്ന, അവരെ ദീൻ പഠിപ്പിക്കുന്ന, കിതാബ് പഠിപ്പിക്കുന്ന, യുക്തി വിവേകം പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ അവരെ സംസ്കരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ അയച്ചു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഈ ഭാഗങ്ങളിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത സൂറ മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നത്, വദ്കുർ ഫിൽ കിതാബി വ ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ. സൂറ മറിയം 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ കിതാബിൽ അവരെക്കുറിച്ച്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നീ ഓർക്കുക, സ്മരിക്കുക. കാരണം ഇന്നഹു കാന സാദിഖൽ വഅദ്, ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ആ അദ്ദേഹത്തിനോട് ഏർപ്പെട്ട കരാറുകളുടെയും വാഗ്ദാനത്തോടും സത്യസന്ധതയും നീതിയും പുലർത്തുന്ന ആളാണ് എന്നാണ്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ബിദായ നിഹായ പോലുള്ള സംഭവങ്ങളിലും അതുപോലെ തന്നെ കിതാബുൽ അംബിയ, ഇമാം ബുഖാരി പരാമർശിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട് ഒരാൾ ഒരു ഭാഗത്തേക്ക് വീട്ടിൽ വരാൻ പറയുകയും അദ്ദേഹം അവിടെ ചെല്ലുകയും പക്ഷേ മറ്റേയാളെ വിളിച്ച ആളെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ രാത്രിയോളം അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയും പിറ്റേ ദിവസം കാണുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാം മറുപടി പറയുന്നത്, താങ്കൾ വിളിച്ചത് കൊണ്ട് വരികയാണ്, ആ ഒരു കരാർ വാഗ്ദാനം പൂർത്തീകരിക്കുകയാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കാരണം അതും മാത്രമല്ല, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങളും അതിനെ വെച്ച് നോക്കുമ്പോൾ ഖുർആൻ തന്നെ പറയുന്ന മുഅ്മിൻ എന്താവണം,
അള്ളാഹുവിനെ കീഴ്വണങ്ങുന്ന മുസ്ലിം എന്ന് പറയുന്നത് എന്താവണമെന്ന് പറയുന്ന വിശദീകരണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറ 117 ആയത്തിൽ പുണ്യമെന്ത് എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഖദു, ഒരു കരാർ വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്, എല്ലാ സന്തോഷത്തിലും വേദനാജനകമായ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലെല്ലാം സ്വബ്ർ ക്ഷമാലുവാവുന്ന സഹനശീലരുള്ള സ്ഥൈര്യമുള്ള ആളെന്ന രീതിയിലാണ് മുഅ്മിനിനെ സത്യവിശ്വാസിയെ പരിചയപ്പെടുത്തുന്നത്. ഉലായിക്കല്ലദീന സ്വദഖൂം, അവരാണ് ഏറ്റവും നന്നായി സത്യപ്പെടുത്തുന്നവർ. ഉലായിക്കഹുമുൽ മുത്തഖൂൻ, അവരാണ് ഏറ്റവും നല്ല മുത്തഖീകൾ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സ്വഭാവത്തെ തന്നെയും ഈ ആയത്തുകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം വരുന്ന ഒരു ഭാഗമാണ് സൂറ മറിയമിലെ 54 അതേ ആയത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നു, വക്കാന റസൂലൻ നബിയ, അദ്ദേഹം റസൂലും നബിയുമായിരുന്നു എന്ന രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു വിശദീകരണം ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്, ഈ ആയത്ത് തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മഹാത്മ്യത്തെ വിളിച്ചോതുന്ന ആയത്താണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം ബലിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബലിയർക്കാൻ പറയുകയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലിയർക്കാൻ പറയുകയും ആ ഒരു സാഹചര്യത്തിൽ തയ്യാറെടുക്കുന്ന ഒരു ചരിത്രം ഖുർആൻ തന്നെ സൂറ സ്വാഫാത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാ തറാ. ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, മകനെ, ഞാനൊരു സ്വപ്നം കണ്ടു നിന്നെ അറുക്കുന്നതിനായി, അപ്പോൾ നീ എന്താണ് കാഴ്ചപ്പെടുന്നത്, അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മറുപടി പറയുന്നത്, ഖാല യാ അബതി ഫഅൽ മാ തുമർ, എന്താണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത്, താങ്കൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അള്ളാഹു താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് നടപ്പിലാക്കുക. സതജിദ്നി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, കാരണം തീർച്ചയായും ഇൻഷാ അല്ലാഹ് താങ്കൾ എന്നെ സ്വബർ ഉള്ളവരിൽപ്പെട്ടവനായി താങ്കൾക്ക് എന്നെ കാണാൻ പറ്റും എന്ന രീതിയിൽ സൂറ സഫാത്തിൽ ആ ബലിയുമായി ബന്ധപ്പെട്ട സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തയ്യാറെടുപ്പിനെ, അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെ മനസ്സിലാക്കുകയും അതിനുശേഷം അതിൽ നിന്ന് മാറ്റുകയും അതിന് പകരം ആടിനെ അയച്ചു കൊടുക്കുകയും ചെയ്ത കഥകൾ സൂറ സഫാത്തിൽ ആ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന ഒരു പദവും കൂടിയുണ്ട്, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നാം മുഹ്സിനുകൾക്ക് പ്രതിഫലം നൽകുന്നത്. കാരണം മുഹ്സിൻ എന്നുള്ള പദം ഇഹ്സാൻ എന്നുള്ളതിൽ നിന്നാണല്ലോ ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിൽ ലാ യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന രീതിയിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇഹ്സാൻ എന്നത് ഒരു കാര്യത്തെ സമ്പൂർണ്ണമായി പരിപൂർണതയോടുകൂടി ചെയ്തു തീർക്കുന്നതിന് പറയുന്ന പദമാണ് ഇഹ്സാൻ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇഹ്സാൻ വിശദീകരിച്ചത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ പോലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിചാരമാണ് ഇഹ്സാൻ എന്നത്. അപ്പോൾ ഈ രണ്ട് ആശയത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇഹ്സാൻ എന്ന് പറയുന്ന ആശയത്തെയും അതുപോലെ തന്നെ ഭാഷാപരമായ ആശയത്തെയും ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾക്ക് മുഹ്സിൻ എന്നുള്ള ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. ആ ഒരു അർത്ഥത്തിലൂടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു വിശദീകരണത്തിൽ ബൈബിളിലും മറ്റൊരു അഭിപ്രായം ആണ് പറഞ്ഞു വെക്കുന്നത്. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയർക്കുവാൻ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു പരാമർശമാണ്. ഇത് പിന്നീട് മുസ്ലിം സമൂഹത്തിൽ ഒരു ആഴത്തിൽ വേരുപിടിക്കുകയും അത് പല ആൾക്കാരും ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇമാം ഇബ്നു കസീർ തന്നെ അദ്ദേഹത്തിൻ്റെ ബിദായ വ നിഹായയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീർ ഇപ്പോഴും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് വക്കാന റസൂലൻ നബി എന്ന് പറയുന്നത് തന്നെ ഇസ്ഹാഖ് നബിയേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബിക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെയാണ്. ഇസ്ഹാഖ് നബി ഒരു നബിയായിരുന്നു, എന്നാൽ ഈ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ റസൂൽ എന്ന് പറയുന്ന പദവിയും കൂടിയുണ്ട് എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. അതുപോലെ തന്നെ ബലിയുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തന്നെ വിശദീകരിക്കുന്ന മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അത് യഥാർത്ഥത്തിൽ
ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തന്നെയാണ്. ഹദീസുകളുടെയും നമുക്ക് ചരിത്രത്തിൽ വ്യക്തമാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ ഒരു വിശദീകരണം ഉണ്ടാവുന്നത് ബൈബിളിലൂടെ ചേർക്കപ്പെട്ട ആ വർത്തമാനങ്ങൾ മുസ്ലിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ എതിർക്കുന്നുണ്ട്, ശക്തമായി വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഉമർ രണ്ടാമൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു യഹൂദ പണ്ഡിതനുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന, യഹൂദ പണ്ഡിതൻ തിരിച്ചു പറയുന്നത്, പടച്ചവനാണ്, ഞങ്ങൾക്കറിയാം അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്നെയാണെന്ന്. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനേക്കാളും ഈ ബലിയുടെ വിഷയത്തിൽ കൂടുതൽ ഒരു പദവി ലഭിച്ചത് അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അസൂയ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മാറ്റിയത് എന്ന് പറയുന്ന ഒരു അഭിപ്രായം അന്നത്തെ പണ്ഡിതൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇസ്ഹാഖ് നബി അല്ല, പകരം ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്നെയാണ് ഖുർആൻ പരാമർശിച്ചതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലിയെറുക്കുവാൻ വിളിക്കുന്നതും അത് ആ ഒരു അറബുകൾക്കിടയിൽ ജനിച്ച ഒരാളെന്ന നിലയിലും തങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ച ആളല്ല എന്ന നിലയിലും ആ ഒരു അസൂയ സൂക്ഷിച്ച ആ ഇസ്രായേലികളാണ് ആ സംഭവത്തിൽ മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ബിദായ വന്നിഹായയിൽ വിശദീകരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള വിശദീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ സ്വഹീഹായ കിതാബുകളിലാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. അതിൽ ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുൽ അംബിയ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇതിൻ്റെ വിശദീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയെയും അതുപോലെ തന്നെ ഹാജറയും ചേർത്തുകൊണ്ട് മക്കൻ ഭാഗത്തേക്ക് വരികയും അവരെ അവിടെ നിർത്തുകയും അതിനുശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയിൽ പടച്ചവനെ ഇവിടെ വെള്ളം കൊടുക്കണം, പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ഹാജറ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തിരിച്ചു പോക്ക് കണ്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ പോയി ചോദിക്കുന്നു. അവസാനം ഈ ചോദ്യം കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറയുന്നു, ഹാജറ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, അള്ളാഹു പറഞ്ഞിട്ടാണോ ഞങ്ങളിവിടെ ഒഴിവാക്കി പോകുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു അതെ എന്ന മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഹാജറ എന്നാൽ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിനുശേഷമുള്ള സംഭവമാണ് ലോകപ്രശസ്തമായ സഫ മറുവയിലെ ഓട്ടം എന്ന് പറയുന്ന ചരിത്ര യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കണക്ട് ചെയ്യുന്നത്. കാരണം ഇസ്ലാമിൽ സിംബലുകൾ, ചിഹ്നങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയും കൂടി ഇതിൽ കൂടി വ്യക്തമാണ്. ഇന്ന സഫ വൽ മർവത്ത മിൻ ഷആയിരില്ല എന്ന് പറയുന്ന സൂറ ബഖറയിലെ 158 ആയത്ത് ഇതാണ് വ്യക്തമാക്കുന്നത്. സഫ മർവ എന്ന് പറയുന്ന മലകൾക്കിടയിൽ ഹാജറ എന്ന ഒരു സ്ത്രീ തൻ്റെ മകന് വെള്ളത്തിന് വേണ്ടി ഓടുന്ന ആ ഓർമ്മയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി അന്നു മുതൽ ഇന്നുവരെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും നബിക്ക് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷവും പ്രധാന ചടങ്ങായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഓർമ്മ അത്രത്തോളം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലേക്കും ഹാജറയുടെ ജീവിതത്തിലേക്കും കൊണ്ടുപോകുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവം അത് കിതാബുൽ അംബിയാൽ ഇമാം ബുഖാരി അതിന് വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് സംസമിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാവുന്നത്. ആ സംസമില്ല സ്റ്റോപ്പ്, നിർത്തുക എന്ന് പറയാം, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന ആ പരാമർശത്തിൽ നിന്നാണ് സംസം എന്ന് പറയുന്ന പദം രൂപപ്പെടുന്നത്. അത് പിന്നീട് ഒരു മൗജിസത്തായി അത് ഇന്നും നിലനിൽക്കുന്ന ഒരു അടയാളമായി ഒരു സിംബലായും കൂടി മാറി നിൽക്കുന്നു എന്നുള്ളതും കൂടി ഈ ഒരു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനുശേഷമാണ് നാം പറഞ്ഞതുപോലെ കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദീകരണം സൂറ ബഖറയിലെ 127 മുതൽ 129 പറയുന്ന ഭാഗത്ത് ആ പരാമർശം ഉണ്ടാകുന്നതായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ബലിയുമായി ബന്ധപ്പെട്ട ചർച്ച, അതിൻ്റെ വിശദീകരണം നടന്നിരുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആ പരാമർശം വ്യക്തമായി പറയുന്നതെന്ന് വെച്ചാൽ ബൈബിളിൽ വരുത്തിയ മാറ്റത്തിരുത്തുകൾക്ക് അതൊരു തിരുത്തുകൾ വേണം എന്നുള്ള അർത്ഥം കൊണ്ടാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് ആ വർത്തമാനം പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ വിവിധ സൂറത്തുകളിലായി ഈ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതായത് സൂറത്തുൽ ബഖറയിൽ 125 ആയത്തുകളിൽ ഇത് പറയുന്നുണ്ട്. അതായത്
കാവയുടെ ശുദ്ധീകരണം എന്ന നിലയിൽ തൊഹീറായി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും കൽപ്പിക്കുന്ന ഒരു ഭാഗം 125 ആയത്തിലുണ്ട്. അതുപോലെ തന്നെ 133 ആയത്തിൽ ഇവരോട് യാക്കൂബ് അലൈഹി ഇസ്ലാമും അവരുടെ എല്ലാ മക്കളെയും വിളിച്ചുകൊണ്ട് ആരോടാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയുന്നത് നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ എന്ന രീതിയിലാണ്. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ഇലാഹ ആരാണോ ആ ഇലാഹിനോടാണ് ഇബാദത്ത് ഞങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിൻ്റെ മക്കൾ മറുപടി പറയുന്ന ഒരു ഭാഗവും കൂടിയുണ്ട്. അതുപോലെ തന്നെ ബഖറയിൽ തന്നെ 136 ആയത്തിൽ അവർ പറയുന്നു ഖാലു ആമന്നാ ബില്ലാ, അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ പറയുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യാക്കൂബ് വൽ അസ്ബാത്ത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹി സ്വലാം അവരുടെ മക്കളിലേക്കും ഇറങ്ങിയതെന്തോ വ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയുന മിൻ റബ്ബിഹിം. അതുപോലെ തന്നെ അവർ പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിനും ഈസ അലൈഹി ഇസ്ലാമിനും അതിനുശേഷമുള്ള പ്രവാചകന്മാർക്കും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചത് എന്താണോ അതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിഹിം മിൻഹും, അവർക്കിടയിൽ നാം ഒരു തരത്തിലുള്ള വിവേചനവും കൽപ്പിക്കുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, നാം അള്ളാഹുവിന് കീഴ്വണങ്ങുന്നവരാണ്, മുസ്ലിങ്ങളാണ് എന്നുള്ള പരാമർശം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മറ്റൊരു പരാമർശം 140 സൂറ ബഖറയിലെ 140 ആയത്തിലും അത് പരാമർശിക്കുന്നുണ്ട്. അം തഖൂലൂന ഇന്ന ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത് കാനു ഹൂദൻ ഔ നസാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുകയാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അടക്കമുള്ള പ്രവാചകന്മാരെല്ലാം ഒരു ഹൂദന്മാരാണെന്നോ നസ്രാനികളാണെന്നോ ആണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് ഖുൽ അൻതും അഅലമു അമില്ല, നിങ്ങളാണോ ഞാനാണോ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ? വമൻ അളമു മിമ്മൻ കതമ ഷഹാദത ഇൻദഹു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അടുത്ത് കിട്ടിയ ഈ ഷഹാദത്ത് അത് മറച്ചു വെക്കുന്നവൻ അവനേക്കാളും ഏറ്റവും വലിയ വാലിമാരാണ് എന്ന് അള്ളാഹു ചോദിക്കുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ഈ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്ന രീതിയിൽ മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇസ്മായിൽ നബിയോ ഇബ്രാഹിം നബി ഇവരെ ആരെയും ഈ യഹൂദരും ക്രിസ്ത്യാനികളും ചേർത്തുകൊണ്ട് നസാറ ക്രിസ്ത്യാനികളാക്കുകയോ യഹൂദരാക്കുകയോ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാഴ്ചപ്പാടിനെ തടയുകയാണ്, ഇല്ലാതാക്കുകയാണ് സൂറ ബഖറയിലെ 140 ആയത്തിൽ കൂടി ചെയ്യുന്നത്. അതിനുശേഷം സൂറ നിസാഇൽ 163 ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തരത്തിൽ വഹിയ ഇറക്കി കൊടുക്കുന്ന വർത്തമാനം നടത്തുന്ന നമുക്ക് കാണുവാൻ കഴിയും. വൗഹൈനാ ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലി സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരെ എല്ലാവരെയും പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുത്തു എന്നുള്ളൊരു പരാമർശവും കൂടി നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ ഇബ്രാഹിമിലും അൻആമിലും അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ പോലും ഈ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ചെറുപ്പ ബാല്യത്തിൽ തന്നെ ബലിക്ക് കൽപ്പിക്കപ്പെട്ട അതിനോട് മറുപടി പറഞ്ഞ ഞാനൊരു എന്നെ ഇൻഷാ അല്ലാഹ് സതജിദുനി ഇൻഷാ അല്ലാഹ് മിന സാബിരീൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നു ഞാൻ ഏറ്റവും വലിയ ക്ഷമാലുവായി സഹനശീലനായി ആ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് പറയുന്ന മറുപടി പറയുന്ന അള്ളാഹു തന്നെ പരാമർശിച്ച സാലിഹ് എന്ന് പറയുന്ന പദം, ഏറ്റവും സഹനശീലൻ എന്ന് പറയുന്ന ഹലീം എന്ന് പറയുന്ന പദം, ഫദ്ദൽനാ അലൽ ആലമീൻ എന്ന് പറയുന്ന ശ്രേഷ്ഠത നൽകി എന്ന് പറയുന്ന പരാമർശം, അതുപോലെ തന്നെ വകുല്ലു മിനൽ അഖ്യാർ എന്ന് പറയുന്ന സൂറ സ്വാദിലെ 48 ആയത്തിൽ നല്ലവരിൽപ്പെട്ടവർ എന്ന് പറയുന്ന പരാമർശം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഇസ്ലാമിക ചരിത്രത്തിൽ ദബീഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ സാക്രിഫൈസ് ചെയ്യപ്പെട്ട ഒരാൾ എന്ന രീതിയിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പരാമർശിക്കുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്നാണ് മറ്റൊരു ചരിത്രം തുടങ്ങുന്നത്. സംസമിൻ്റെ കണ്ടെത്തലിന് ശേഷം ജുർഹം ഗോത്രം അവിടെ എത്തുകയും അവർ അവിടെ പിന്നീട് വസിക്കുകയും അതിൽ ആ ഗോത്രത്തിനോടൊപ്പം തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളരുകയും അവരിൽ നിന്ന് അറബി കബീലയായ അറബ് ഗോത്രവർഗമായ ജുർഹം ഗോത്രത്തിൽ നിന്ന് അറബി ഭാഷ പഠിക്കുകയും അവരിൽ വിവാഹം കഴിക്കുകയും ചെയ്ത ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട്
നമുക്ക് തന്നെ ബൈബിൾ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഏകദേശം 13ഓളം മക്കൾ ഉണ്ട് എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. നെബോയിറ്റ്സ്, അദ്ബെയിൽ, ദുമ്മ, മസ, ബസേമത്ത്, കെദാമ, നഫീസ്, കേദാർ, അതുപോലെ തന്നെ മിഷ്മ, ഹദദ്, മിബ്സാം, യത്തൂർ, തെമ എന്നൊക്കെ പേരിൽ 13 മക്കളുടെ പേരാണ് ബൈബിൾ അദ്ദേഹത്തിൻ്റെ മക്കളായി പരാമർശിക്കുന്നത്. ഇതിൽ ഈ കേദാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുത്രൻ്റെ 40ാമത്തെ തലമുറയ്ക്ക് ശേഷം ഉള്ള ആളാണ് അദ്നാൻ എന്ന് പറയുന്നത്. ഈ അദ്നാനിൻ്റെ വംശപരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ആ ഒരു ബന്ധമാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമായിട്ടുള്ള ബന്ധം. അതായത് കേദാറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന അദ്നാനിലേക്കും അദ്നാനിൽ നിന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും കണക്ട് ചെയ്യുന്ന ഇസ്മായിലി വംശപരമ്പരയിൽ ജനിച്ച പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബൈബിളിലും പോലും പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റു ചില പരാമർശം ബൈബിളിൽ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഇസ്മായിൽ എന്നുള്ള പേരിലാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി 16-ാം ഭാഗം പോലും പിന്നീട് അങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്. 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ അതിൽ പരാമർശിക്കുന്നത്, ഞാൻ ഇസ്മായിലിനെ അനുഗ്രഹിക്കും, അത്യധികം സന്താന പുഷ്ടിയുള്ളവനായി വർദ്ധിപ്പിക്കും, ഞാൻ അയാളെ ഒരു മഹാജനതയാക്കും എന്ന രീതിയിൽ ഉൽപ്പത്തി ഭാഗത്ത് ഇത് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഥകളെല്ലാം ബൈബിളിലും ചില പരാമർശങ്ങളുണ്ട്. ഇവിടെ ബൈബിളിൽ നിന്ന് ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് ബലിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിലാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ഈ വിശദീകരണങ്ങൾക്ക് ശേഷം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബുൽ അംബിയായിൽ ചില കഥകൾ പോലും വിശദീകരിക്കുന്നുണ്ട്. 2 വട്ടം ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കാണാൻ വരുന്നതായി പരാമർശിക്കുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത്. സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പരാതികളുടെ ഒരു കെട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ അഴിച്ചു വിടുകയും അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നത്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റണമെന്ന് പറയുന്ന ഒരു വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വരുമ്പോൾ ഈ ഭാര്യ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയും അത് ഈ ഭാര്യയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചുള്ള പരാമർശമാണെന്നും അത് ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണ് ഇതിലുള്ളതെന്നും മനസ്സിലാക്കി അദ്ദേഹം ഡൈവോഴ്സ് ചെയ്യുന്ന എന്ന രീതിയിലാണ് ഇമാം ബുഖാരി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ പിന്നൊരിക്കൽ ഇതേപോലെ തിരിച്ചു വരികയും മറ്റൊരു ഭാര്യയായിരുന്നു ആ സന്ദർഭത്തിലുണ്ടായിരുന്നത്. അവരോട് വിശദ വിവരങ്ങൾ സുഖവിവരങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നു നല്ല സുഖമാണെന്ന് പറയുമ്പോൾ എന്നാൽ ഉമ്മർപ്പടി അതേപടി നിലനിർത്തുക എന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നു. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പിന്നീട് ഈ വിവരം അറിയുകയും തൻ്റെ മറ്റു ഭാര്യയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സന്തോഷവാനാണ് എന്നുള്ളൊരു വർത്തമാനം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന പരാമർശം നമുക്ക് ഇതിൽ കാണുവാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ ഈ ചരിത്രത്തിൽ നിന്നും പരിശുദ്ധ ഖുർആൻ്റെ പരാമർശങ്ങളിൽ നിന്നും ബൈബിളിൻ്റെ പരാമർശങ്ങളിൽ നിന്നുമെല്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ വ്യക്തമാവുന്നുണ്ട്. ഏറ്റവും വലിയ സഹനശീലനിൽപ്പെട്ട ഒരാൾ, ക്ഷമാശീലനിൽപ്പെട്ട ഒരാൾ, അതുപോലെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരൊരാൾ, റസൂലും നബിയുമായ ഒരു പ്രവാചകൻ, അതുപോലെ തന്നെ ദബീഹുള്ള അള്ളാഹുവിൻ്റെ പേരിൽ ബലിയർക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന വിവിധ പരാമർശങ്ങളാണ് നമുക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അതിലൂടെ ഒരു പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ ജുർഹും ഗോത്രത്തിലുള്ള അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സഹനശീലം വ്യക്തമായിരിക്കണം. അങ്ങനെ ദഅവത്ത് നടത്തുമ്പോൾ പ്രബോധനം നടത്തുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സഹനശീലത്തെക്കുറിച്ചും സ്ഥൈര്യത്തെക്കുറിച്ചും ക്ഷമാശീലത്തെക്കുറിച്ചുമുള്ള പാഠവും കൂടിയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങൾ ഇന്നും കൊണ്ടാടുന്ന ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ബലിപ്പെരുന്നാൾ ആഘോഷം പോലും വളരെ പ്രത്യേകമായി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മാതാവ് ഹാജറ ബീവിയുടെയും ഓർമ്മകളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതും കൂടി അവരുടെ ഓർമ്മകൾ ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും
ഇന്നും സജീവമായി വളരെ ജൈവികമായി നിലനിൽക്കാൻ പ്രധാന കാരണമാവുന്നു എന്നതും കൂടി വളരെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തരത്തിൽ മുസ്ലിം സമൂഹത്തെ ഈ ഒരു അനുഭവങ്ങളിൽ നിന്ന്, പ്രവാചകന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ അതിന് പറ്റിയ ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.